ലാറ്റ്സിന് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഷോൾഡർ ഡിപ്രസ് ചെയ്ത് ചെയ്യണം കേട്ടോ. എലിവേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ എലിവേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ദെൻ ഡിപ്രസ് ചെയ്ത് വരും ഒരുമിച്ച് ഹോൾഡ് ചെയ്യുക, നല്ല ടൈറ്റ് ചെയ്യുക. പരമാവധി എൽബോ ഷോൾഡർ അറ്റാക്ട് ചെയ്യുക കേട്ടോ. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബിഹൈൻഡ് ദ നെക്ക് ലാറ്റ് പുൾ ഡൗൺ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ നെക്ക് ഷോൾഡർ പ്രസ് എന്ന് പറയുന്നത് വളരെയധികം ഇഞ്ചുറി ചാൻസസ് ഉള്ള ഒരു വർക്കൗട്ടാണ്. ബിഹൈൻഡ് ദ നെക്ക് ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലെനോ ഹ്യൂമറൽ ജോയിന്റ് ആണ് ഒരു ഇഞ്ചുറി ചാൻസിലേക്ക് പോകുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ നെക്ക് ലാറ്റ് പുൾ ഡൗൺ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ നെക്ക് ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആക്ഷൻ ഒരു ഫ്രണ്ടൽ പ്ലെയിനിലാണ് നടക്കുന്നത്. ഈ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്ലെനോ ഹ്യൂമറൽ ജോയിന്റ് അത് ഒരു ക്ലോസ് ബാക്ക് പൊസിഷനിലാണ് റീച്ച് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് നമ്മളുടെ ഗ്ലെനോ ഹ്യൂമറൽ ലിഗമെന്റ് വലിയാനായി ചാൻസസ് കൂടുതലാണ്. ഈ ഒരു മൂവ്മെന്റ് ഒരു ഫ്രണ്ടൽ പ്ലെയിനിൽ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ അഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഗ്ലെനോ ഹ്യൂമറൽ ജോയിന്റിന്റെ ക്ലോസ് ബാക്ക് പൊസിഷൻ. സോ ഇത് നമുക്ക് മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിനെ തുടർന്ന് ഇഞ്ചുറി ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഫ്രണ്ടൽ പ്ലെയിനിൽ നിന്ന് മാറി നമ്മളുടെ സ്കാപ്പുലാർ പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ മൂവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇദ്ദേഹം ബിഹൈൻഡ് ദ നെക്ക് ലാറ്റ് പുൾ ഡൗൺ ചെയ്യിപ്പിക്കുന്നത് തന്നെ ഒരു റിസ്കി കാര്യമാണ്. അതേ കാര്യമാണ് വേറൊരു പൊസിഷനിൽ ഇദ്ദേഹം ചെയ്യിപ്പിക്കുന്നത്. ദാറ്റ് സൗണ്ട്സ് വിയർഡ്. So the best is to do the regular lat pull down or regular shoulder press instead of doing the behind the neck movement. That's very risky for your body. And last but not the least, ഒരു ട്രെയിനർ ബെറ്റർ ട്രെയിനർ ആവുന്നത് ഒരു വർക്കൗട്ട് ഫാൻസി ആക്കുമ്പോഴല്ല.